ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ മൂന്നാറിലെ ഒരു റിസോർട്ടിൽ ഒരു സ്റ്റേ കേസിന് വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ടിന്റെ പേര് ടീ വാലി എന്നാണ്. പള്ളിവാസലിലാണ് റിസോർട്ട് വന്നിട്ട്. ഇതാണ് റിസോർട്ടിൻ്റെ ഗേറ്റ് വ്യൂ. ഇതിൽ കൂടെ വേണം നമ്മൾ റിസോർട്ടിലേക്ക് ചെല്ലാൻ. റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് മലകളുണ്ട്, അതിൻ്റെ മുകളിൽ കോടകൾ, അടിപൊളി വ്യൂ ആയിരിക്കും റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ. ഞങ്ങൾക്ക് കിട്ടിയ റൂം ഒരു ബാൽക്കണി വ്യൂ നേരെ മലയുള്ളതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂസൊക്കെ കിട്ടി. അപ്പം നമുക്ക് ഇനി വഴിയേ കാണാം ആ വ്യൂ ഒക്കെ. ഇത് അവരുടെ റിസപ്ഷൻ ബാൽക്കണിയാണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു, പിന്നെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇതുപോലത്തെ ഒരു സ്ലോപ്പ് വഴിയാണ്, കുറേ ചെടികൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ഒരു റിസോർട്ട് നമുക്ക്. ഇനി നമുക്ക് റൂമിൻ്റെ അകത്ത് കയറാം. അപ്പോൾ റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ പല്ലേക്കാൻ വേണ്ടിയിട്ട് വാഷ് ബേസിനും നോക്കി നിന്ന് പല്ലേക്കാൻ ഒരു മിററും പല്ല് കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ഒരു കെറ്റിലും അവിടെ വെച്ചിട്ട് ഒരു വാർഡ്രോബ് ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ അതിൽ വയ്ക്കാൻ. തൊട്ടപ്പുറത്ത് TV, പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു ടീപ്പോ, പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്. 2 അരയന്നെ കുഞ്ഞുങ്ങളെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നെറ്റ് വെച്ചിട്ട് 4 സൈഡും കവർ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കിടക്കാൻ നേരം ഇത് അഴിച്ചിട്ടിട്ട് കിടന്നാൽ നെറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഫീലായിരുന്നു. അവിടെ പിന്നെ ഒരു മിറർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകാം. ബാൽക്കണി വ്യൂ ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ. ഈ റൂം കിട്ടിയവർ എന്തായാലും ലക്കിയാണ്, കാരണം ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് വ്യൂ എന്ന് പറയുന്നത് നേരെ മൗണ്ടൈനിലേക്കാണ്. പക്ഷേ മറ്റ് റൂംസിലൊക്കെ മരം വന്ന് മറിഞ്ഞേക്കുന്നതുകൊണ്ട് കറക്റ്റ് ഒരു നമുക്ക് വ്യൂസ് ആയിട്ട് കിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് വ്യൂസ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അടിപൊളിയായിരിക്കും ഇവിടുത്തെ ബാൽക്കണി എക്സ്പീരിയൻസ്. ഇപ്പോൾ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്കുള്ള വ്യൂ ആണിത്. പിന്നെ അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായി. ഞാൻ വിചാരിച്ച് ഫ്രീ ആണെന്ന്, പക്ഷെ പിന്നീട് നോക്കിയപ്പോഴാണ് അവിടെ ബില്ല് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് പൈസ കൊടുത്താലേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് ഇവിടെ നല്ല സ്ഥലങ്ങളുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ട് റെഡിയായി പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നല്ല തണുപ്പുണ്ട്. എന്ന് വെച്ചാൽ വന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നത് 11 മണിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. അതുകൊണ്ട് ചെറിയ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും വലിയ ചൂടില്ല. പുറകിലേക്ക് കണ്ട നല്ല കാറ്റുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. ഇവിടെ ഫുഡ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ വിചാരിച്ച് പുറത്തേക്ക് കഴിക്കാമെന്ന്, രാത്രി മാത്രം ഇവിടെ നിന്ന് കഴിക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കണം. സജേഷ് നമ്മളിപ്പോൾ പുറത്തേക്ക് പോകണമെന്ന്. ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഇത് നമ്മളുടെ റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിലുള്ളതാണ്. അവരൊരു മാപ്പ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ റിസോർട്ടിലുള്ളത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്നാണെന്ന്. ആ കാണുന്നതാണ് ട്രീ ഹട്ട്. അവിടേക്ക് ഞങ്ങൾ വഴിയേ രാത്രി പോകുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ വ്യൂ. ആ സൂം ചെയ്ത് കാണിച്ചാണ്ടോ, അതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഞങ്ങളുടെ റിസോർട്ട് മീൻസ് ഞങ്ങൾ സ്റ്റേ ചെയ്യണ റൂം അതാണ്. ഞങ്ങളിപ്പോൾ മൂന്നാർ ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടൗണൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റിസോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ടിലേക്കുള്ള വഴികളാണ് ഈ കാണുന്നത്. കുറച്ച് ടാസ്ക് പിടിച്ച വഴിയാണ്, നിറച്ച് കുണ്ടും കുഴിയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പോകണം. സോ നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തി. ഞങ്ങളപ്പോൾ റിസോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. റോഡാണ് ക്യാമ്പ് ഫയർ നടക്കണ റൂം. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇൻഡോർ ഗെയിംസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഗെയിംസ് എന്ന്. ക്യാരം ബോർഡ് ഉണ്ട്, നമുക്കിങ്ങനെ കളിക്കാം. ചെസ് ബോർഡ് ഉണ്ട്. പിന്നെ അവിടെ ടേബിൾ ടെന്നീസിൻ്റെ ഉണ്ടായല്ലോ, അതേ ടേബിൾ ടെന്നീസിൻ്റെ ഇതുണ്ട്. ഇവിടെ വേറെ ക്യാരം ബോർഡ് ഉണ്ട്. ക്യാമ്പ് ഫയർ. അവിടെ നിന്ന് നമ്മൾ നേരെ പാർക്കിലേക്ക് പോയി. അതിൻ്റെ തൊട്ട് സൈഡിലൊരു വുഡൻ ഹൗസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ പോയിന്റ്സ് ആണ് ഇതൊക്കെ ഉള്ളത്. ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല വ്യൂ ആയിരിക്കും. ഇതേ കുഞ്ഞാവിരുന്നു ഊഞ്ഞാലായിരുന്നു ഗൈസ്. പൊട്ടിക്കോ? അപ്പം നമുക്കിനി ട്രീ ഹട്ടിലേക്ക് പോകാം. ഇതുപോലത്തെ ഒരു തൂക്കുപാലത്തെ കൂടെ വേണം ട്രീ ഹട്ടിലേക്ക് പോകാനായിട്ട്. പാലമൊക്കെ പകുതി പൊളിഞ്ഞടക്കണേണ്, അതുകൊണ്ട് നമ്മുടെ ഓൺ റിസ്കിൽ വേണം കയറി പോവാൻ. ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ അവർ ഉത്തരവാദികളല്ല. ഗൈസ് ഞങ്ങള് ട്രീ അഡ്വഞ്ചറിൽ കയറാൻ പോണ ഗൈസ്. ദേദി കൂടെ ഇങ്ങനെ ചവിട്ടി ദേദി കൂടെ പോയിട്ട് ഇതുവല്ലേ വരും. ഇവിടെ വന്ന് ഇറങ്ങി. ഞാൻ പേടിയുണ്ടോ ഇത് കൃഷ്ണ? എനിക്ക് പേടിയില്ല. ഞങ്ങൾ ഈ സാധനത്തിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് ഗൈസ്. എൻ്റെ ആളിപ്പോൾ വരും ഗൈസ്. ഞങ്ങളങ്ങനെ പൂളിൽ ഇറങ്ങാൻ പോകണ ഗൈസ്. നല്ല തണുപ്പുണ്ട്. രാവിലെ അല്ല വന്നപ്പോൾ കാലത്ത് നോക്കിയപ്പോൾ വലിയ തണുപ്പുണ്ടായില്ലേ, നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല കോട വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ
അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തണുപ്പത് ഇറങ്ങാൻ ഒരു മടിയുണ്ട്, എന്നാലും പുള്ളിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചേട്ടനും കൂടെ പുള്ളിറങ്ങാൻ പോകുന്നു. അപ്പം നമുക്ക് പുള്ളിറങ്ങിയിട്ട് കാണാം. കൃഷ്ണൻ എങ്ങനെ പൂൾ ഉദ്ഘാടനം ഒരു മാജിക് കണ്ടു. ഇപ്പം ഞാൻ റൂമിൻ്റെ അകത്താണ്. അതേ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച കണ്ടു. കോട നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ തണുത്തിട്ട് 3 ടീഷർട്ടാണ്. ഒന്ന് എൻ്റെ ടീഷർട്ട്, 2 ഒരു സ്വെറ്റർ, ഒരു ചേട്ടൻ്റെ കോട്ട്. ഇത് 3 കൂടി ഇട്ടിട്ടാണ് നിൽക്കുന്നത്. തണുത്ത് വിറച്ചിട്ട് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ ഏകദേശം അത് മൂന്നാർ ടൗണാണ് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് ഇവിടെ നിന്നാൽ ഏകദേശം മൂന്നാറിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. ഞങ്ങൾ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരിക്കണേരുന്നു ഇവിടുത്തെ ഒരു വ്യൂ കാണാൻ. പക്ഷെ വന്നപ്പോഴത്തേക്ക് ശരിക്കും എന്താ ലൈറ്റൊക്കെ കത്തി കിടങ്ങണല്ലേ. ക്യാമറയിൽ കാണുമല്ലോ അല്ല, കോടമഞ്ഞ് കാരണം നിങ്ങൾക്ക് മര്യാദ കാണാൻ പറ്റാത്തതാണ്. ശരിക്കും നല്ല അടിപൊളി വ്യൂ ആണ്. ഒന്ന് വ്യൂ കാണാൻ. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഞാൻ നൈറ്റ് വ്യൂ കാണിച്ചാൽ ഞങ്ങളിപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ കുറേ കണക്ട് ആയിട്ടുള്ള പാലങ്ങളുണ്ട്. പാലത്തേക്ക് കൂടെ നടന്നു പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇതാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ട് അല്ലേ? എൻ്റെ നല്ല നൈസ് ക്ലിക്കൊക്കെ കിട്ടിയില്ലേ? സോ നമ്മളിത് ക്യാമ്പ് ഫയറിൻ്റെ അവിടെ എത്താറായി. നമ്മളിത് ക്യാമ്പ് ഫയറിനെത്തി. എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മളെ പോലെ വർക്ക് പ്രഷർ കുറക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. എല്ലാവരും ഫോണിൽ ഇരുന്ന് പ്രഷർ കുറക്കുന്നു. ഞാനിനി താഴട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഞങ്ങളത് എഴുന്നേറ്റ് റെഡി താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്നലെ ഞാൻ നൈറ്റ് വ്യൂ എടുത്ത് അതിട്ടുണ്ടായി. അപ്പം ഞാൻ മോർണിംഗ് വ്യൂവും കൂടെ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ സംഭവം. ഒരു ഇഷ്ടമില്ല, അടിപൊളിയാണ്. ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേ. വഴിയിൽ നിന്ന് തന്നെ നല്ല മുട്ട വറുക്കാൻ മണമൊക്കെ വരുന്നുണ്ട് കേസ്. ഞങ്ങളാണ് ലാസ്റ്റത്തെ ആൾക്കാർ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, പിന്നെ ഇടിയപ്പം, കടലക്കറി, പിന്നെ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ, ബ്രെഡും ഓംലെറ്റും, പിന്നെ ചായ. ഇത്രയുമാണ് ഉണ്ടായത്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് മൂന്നാറാണ്. ഇപ്പം ഞങ്ങളിത് കാട്ടിൽ കൂടെ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാം. അപ്പം ഞങ്ങളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടിൽ കൂടെ. ഞാൻ കാണിച്ചു തരാം. ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് കരോ ബിലോ. ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് കുറേ. ഞങ്ങളിപ്പോൾ ദേ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. മീൻ വളർത്തലോ ആണോ? വെള്ളമൊക്കെ എടുക്കുന്നു. ഇവിടെയാണ് മുയലും ഇതൊക്കെ കണ്ടത്, മീനൊക്കെ കണ്ടത്. അങ്ങനെ നമ്മൾ കാടൊക്കെ കയറി കണ്ട് പകുതി കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ടയേർഡായി തിരിച്ച് കാടിറങ്ങണേണ്. അങ്ങനെ ഞങ്ങളുടെ അടിപൊളി സ്റ്റേക്കേഷനെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.